നമ്മൾ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നം വെറും 30 സെക്കൻഡ് ഞാൻ പറയാം. ചരിത്രത്തിൽ പേര് പോലും വെക്കാത്ത രീതിയിൽ നമ്മൾ ഇല്ലാതാകുന്നത് മുസ്ലിങ്ങൾ കാരണമല്ല, നമ്മുടെ ആന്തരിക ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണ്. ഇത് അഡ്രസ്സ് ചെയ്യാതെ മുസ്ലിം വിരോധം പറയുന്നതുകൊണ്ട് നമുക്ക് ഗുണമില്ല. അയ്യപ്പൻ എന്താ പറയുന്നത്, ചരിത്രവും ദൈവവും. RSSന്റെ നിലപാടെന്താ? ഇതുകൊണ്ടല്ലേ RSS ക്രിസ്ത്യൻ രാഷ്ട്രീയ ബെഞ്ചും മുസ്ലിം രാഷ്ട്രീയ ബെഞ്ചും വെച്ചിരിക്കുന്നു. അവരല്ല ബാബുരനാണെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ അറിഞ്ഞുകൂടി ഇവർ കള്ളം പറയുകയാണ്. ഇന്നലെ വടയാർ സുനിൽജി ചെയ്ത ഏറ്റവും നല്ല കാര്യം, അദ്ദേഹം പറഞ്ഞതൊരു ഫാക്റ്റുമാണ്, നല്ല ടോണുമാണ്. മുസ്ലിം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഹിന്ദുക്കളുടെ പ്രശ്നം വളരെ സീരിയസ് ആണ്. കേരളത്തിലെ ജനസംഖ്യ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു. സർക്കാരിൻ്റെ ഏജൻസികൾ തന്നെയാണ് ഈ കണക്കുകളൊക്കെ പുറത്തുവിട്ടത്. അപ്പോൾ ഇത് ഒരു കമ്മ്യൂണിറ്റി മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം എണ്ണം വർദ്ധിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ഇത് ഗണ്യമായി കുറയുന്നു. വലിയ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയിട്ട് ഇന്ത്യ ലൈവ് ഒരു വീഡിയോയും ചെയ്തിരുന്നു. എന്താണ് അങ്ങക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള ഒരു അഭിപ്രായം? ഞാൻ അടുത്തിടയ്ക്ക് കണ്ട ഏറ്റവും മികച്ച അക്കാഡമിക് കോണ്ടന്റ് ഉള്ള, ഏറ്റവും പ്രസക്തമായി ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശ്രദ്ധിക്കേണ്ട വീഡിയോ ആണ് ശ്രീ വടയാർ സുനിൽജിയും ശ്രീ പ്രിയനും കൂടെ ചേർന്ന് ചെയ്തത്. അതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഞാൻ രാത്രിയാണിത് കണ്ടത്. ഞാൻ അപ്പം തന്നെ BJPയിലെ ഒരു സുഹൃത്തിനെ വിളിച്ച് നമ്പർ എടുക്കുകയും സുനിൽജിയെ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ട കാര്യം ഈ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. സുനിൽജി ചെയ്തതിലെ ഏറ്റവും മികച്ച കാര്യമെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധം പറയാതെ ഹിന്ദു പ്രശ്നം ചൂണ്ടിക്കാട്ടി. അതൊരു പ്രധാനപ്പെട്ട ബാലൻസാണ്. പലപ്പോഴും ഹിന്ദുക്കളുടെ വിഷയം എന്തുകൊണ്ടാണ് ജനസമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തത്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ഉടനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കും, പൊതുസമൂഹം അതിനെ വർഗീയതയും ഇസ്ലാമോഫോബിയായിട്ട് ചിത്രീകരിക്കും. മുസ്ലിം സമൂഹത്തിനെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന ടോണിൽ അങ്ങയോട് സുനിൽജി പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. മുസ്ലിം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കൊണ്ടാണ് കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇനിയും കൃത്യമായി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. സുനിൽജിക്ക് ഞാൻ ഇന്നലെ അയച്ചു കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഏറ്റവും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഏറ്റവും കണ്ടിരിക്കേണ്ട ഒരു ഗ്രാഫാണിത്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചോദ്യം രൂപേണ ചോദിക്കാം. ലോകത്ത് പ്രിയഞ്ചി കരുതുക ആകെ 100 പേരേ ഉള്ളൂ. ഈ എൻ്റെ ലോകത്ത് ആകെ 100 പേരേ ഉള്ളൂ. ഒരു കണക്കിന് വേണ്ടി 50 ആണും 50 പെണ്ണും. അവർക്ക് ഒരു കുട്ടി വെച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ, അതായത് 50 ആണ് 50 പെണ്ണിന് ഒരു കുട്ടി വെച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ അടുത്ത തലമുറയിൽ എത്ര കുട്ടികളുണ്ടാവും? 50 കുട്ടികളുണ്ടാവും. കാര്യം ഒരാണിനും ഒരു പെണ്ണിനും കൂടെ ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു കുട്ടി മാത്രം ഉണ്ടെങ്കിൽ എത്ര ജനസംഖ്യ ഉണ്ടോ അടുത്ത തലമുറ അതിന്റെ പകുതിയാകും. ഈ 50ന് 25 ആണും 25 പെണ്ണും എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ കണക്കിന് വേണ്ടി അവർക്ക് ഒരു കുട്ടി വെച്ച് മാത്രം ഉണ്ടെങ്കിൽ അടുത്ത തലമുറ എത്ര കുട്ടികളുണ്ടാവും? 25 ആവും. കണക്കിന് വേണ്ടി 12 ആണും 12 പെണ്ണും. ഒരാൾ ആക്സിഡന്റ് എന്തെങ്കിലും പെട്ട് മരിച്ചു പോയിരിക്കട്ടെ, 12 ആണും 12 പെണ്ണും. അവർ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ളെങ്കിൽ അടുത്ത തലമുറ എത്രയാവും? 12 ആവും. പിന്നീട് 6 ആകും, പിന്നീട് 3 ആകും, പിന്നീട് 1 ആകും, പിന്നീട് ഇല്ലാതാകും. ഇതിനെ വിളിക്കുന്ന പേര് ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ, അമ്മച്ചിയുടെ, ഉമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം. നമ്മൾ ഹിന്ദുക്കൾക്ക് അത് 1.3 റേഞ്ചിലാണ്, ക്രിസ്ത്യാനികൾക്ക് അത് 1.6 റേഞ്ചിലാണ്, മുസ്ലിങ്ങൾക്കാണ് നോർമലും ഹെൽത്തിയും 2.3 റേഞ്ച്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടുകയല്ല, ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയുകയാണ്. മലപ്പുറം കൂടുകയല്ല, തിരുവിതാംകൂർ കുറയുകയാണ്. പലപ്പോഴും നമ്മൾ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ, സുനിൽജിയുടെ വീഡിയോയുടെ പ്രസക്തിയും അതാണ്, നമ്മുടെ ഇടയിലെ ഹിന്ദുക്കളും ഹിന്ദുത്വവാദികളും എല്ലാം ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പേടിയുണ്ടാക്കി, മുസ്ലിം ജനതയെക്കുറിച്ച് പേടിയുണ്ടാക്കി, അല്ലെങ്കിൽ അവർ നമ്മളെ ജനസംഖ്യയിൽ മറികടക്കും എന്നൊരു തരത്തിലാണ് നമ്മുടെ നെറേറ്റീവ് ഉണ്ടാകുന്നത്. ഒരു നിമിഷത്തേക്ക് കേരളത്തിൽ ഒരു മുസ്ലിങ്ങളും ഇല്ലെന്ന് കരുതുക. അതായത് കേരളത്തിൽ മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗമേ ഇല്ല. നമ്മൾ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനികളും ഇല്ലെന്നിരിക്കട്ടെ. അതായത് ഏകദേശം 1,95,00,000 ഹിന്ദുക്കളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. നമ്മൾ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനിയും ഇല്ല, മുസ്ലിമും ഇല്ല. അങ്ങനെയാണെങ്കിൽ 100 മുതൽ 110 വർഷത്തിനകം കേരളം ശൂന്യമാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ സുനിൽജി സൂചിപ്പിച്ച കുമ്പനാട് എന്ന് പറയുന്ന ഉദാഹരണം. കുമ്പനാട് പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ്. കുമ്പനാടിനെ കുറിച്ച് സാക്ഷാൽ BBC, അതായത് മാധ്യമങ്ങളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന BBC കുമ്പനാടിനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഇതേവരെ ഒരു മലയാളം മീഡിയ അങ്ങനെ ഒരു സ്റ്റോറി ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് കുമ്പനാടിനൊരു പ്രശ്നമുണ്ട് എന്നെങ്കിലും സുനിൽജി ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നത്. കുമ്പനാടിൻ്റെ പ്രശ്നം എന്താ? അവിടെ കുട്ടികൾ ജനിക്കുന്നില്ല. ഈ വിഷയം പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും മതേതരവാദികളും ഇടതുപക്ഷക്കാരും ഉടനെ പറയും അതെല്ലാം മൈഗ്രേഷൻ കൊണ്ടാണെന്ന്. അല്ല, 10-15% മൈഗ്രേഷൻ ഉണ്ട്, ഇല്ലെന്നല്ല. 80-85%
ഒരു വീട്ടിൽ, ഹിന്ദു വീട്ടിൽ, ക്രിസ്ത്യൻ വീട്ടിൽ 2 കുട്ടികൾ ജനിക്കുന്നില്ല. കുറച്ചുകൂടെ കൃത്യം കണക്ക് പറയാം, ഇതിനെ വിളിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. അതായത് ഏത് നിരക്കിൽ കുട്ടികൾ ഉണ്ടായാൽ ഒരു സമുദായവും സമാജവും നിലനിൽക്കും. ഒരു വീട്ടിൽ ഒരമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ഉണ്ടാകണം. എന്തായാലും 0.1 കുട്ടി ഉണ്ടാവില്ലല്ലോ, 2 to 3 കുട്ടികൾ ഉണ്ടാകണം. ഈ ശാസ്ത്രീയ വീക്ഷണമാണ് പൂജനീയ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ജി മാസങ്ങളായി പറയുന്നത്. ഈ 2 മുതൽ 3 കുട്ടികൾ വരെ ഉണ്ടായില്ലെങ്കിൽ ഹിന്ദു സമൂഹം എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോവും. അതായത് ഞാൻ പലപ്പോഴും വേദന കൊണ്ട് പറയാറുണ്ട്, നാളെയുടെ ചരിത്രം നമ്മളെ കുറ്റം പറയില്ല. കാര്യം നാളെയുടെ ചരിത്രത്തിൽ നമ്മൾ ഉണ്ടാവില്ല. വി വിൽ ബി ഇറേസ്ഡ് ഇൻ ടു ഒബ്ലീവിയൻ. അതായത് ചരിത്രത്തിൽ പേര് പോലും വെക്കാത്ത രീതിയിൽ നമ്മൾ ഇല്ലാതാകുന്നത് മുസ്ലിങ്ങൾ കാരണമല്ല, നമ്മുടെ ആന്തരിക ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണ്. ഇത് അഡ്രസ്സ് ചെയ്യാതെ മുസ്ലിം വിരോധം പറയുന്നതുകൊണ്ട് നമുക്ക് ഗുണമില്ല. ഇനിയും പെട്ടെന്ന് 2-3 കാര്യങ്ങൾ പറയാം. അങ്ങയുടെ ഹിന്ദു ഫ്രണ്ട്സും മുസ്ലിം ഫ്രണ്ട്സും കാണുമല്ലോ. ഹിന്ദുക്കൾ മിക്കവാറും മുസ്ലിങ്ങളെക്കാൾ കല്യാണം കഴിക്കുന്നത് 5 മുതൽ 7 വർഷം വരെ ലേറ്റായിട്ടായിരിക്കും. അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് 8 മുതൽ 10 വർഷം വരെ ലേറ്റായിട്ടായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. വേറെ ആരെക്കുറിച്ചല്ല, ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. ഞാൻ 10-28 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. എനിക്ക് കുട്ടി വേണോ, കുട്ടിക്ക് സ്കൂൾ ക്യാപിറ്റേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും, ആ ചിലവുണ്ട് ഈ ചിലവുണ്ട്, ഈ ഒരുപാട് പേടികളുണ്ടായിരുന്നു. എൻ്റെ ആദ്യ മോൻ ജനിച്ചത് എനിക്ക് 35 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കുട്ടികളും കുടുംബവും ഒക്കെയാണ് ജീവിതത്തിനൊരു അർത്ഥം നൽകുന്നത്. ഇപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്. അതായത് ഞാനും എൻ്റെ മോനും അടുത്ത തലമുറയും, അല്ലെങ്കിൽ ഞങ്ങളുടെ 2 തലമുറ കഴിയുമ്പോൾ മുസ്ലിങ്ങളുടെ 3 തലമുറയാകും. കാര്യം അവർ നേരത്തും കാലത്തും കല്യാണം കഴിക്കും, മുമ്പോട്ട് പോകും. പലപ്പോഴും മുസ്ലിങ്ങളാണ് കൃത്യമായ ഫാമിലി പ്ലാനിങ് നല്ല അർത്ഥത്തിൽ ആ കൃത്യമായ ലോങ് ടേം പെർസ്പെക്റ്റീവ് തയ്യാറാക്കുന്നത്. പണ്ട് ക്രിസ്ത്യാനികളും ചെയ്തിരുന്നു, ഇടയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് വിട്ടു, ഇപ്പം ക്രിസ്ത്യാനികൾ അത് തിരിച്ചു പിടിക്കാൻ നോക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിയിൽ അച്ഛന്മാർ 4-5 കുട്ടികൾ വേണമെന്ന് പറയരുത്. അങ്ങനെ പറയരുത്. കാര്യം നമ്മുടെ യുവതലമുറ ടേൺഡ് ഓഫ് ആയിപ്പോവും. നമുക്ക് ശാസ്ത്രീയമായവരെ പറഞ്ഞ് 2 മുതൽ 3 കുട്ടികളില്ലെങ്കിൽ നമ്മൾ ഇല്ലാതാവും. ഇന്നലെ താങ്കളും ശ്രീ പ്രിയനും ശ്രീ സുനിൽ ജിയും ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്, കേരളത്തിൽ ഒരു വർഷം എത്ര ഹിന്ദുക്കൾ ജനിക്കുന്നു അതിനേക്കാൾ ഹിന്ദുക്കൾ മരിക്കുന്നു. ഏകദേശം 22,000 നമുക്ക് ഓരോ വർഷവും ജനസംഖ്യ കുറയുന്നത്. എത്ര ക്രിസ്ത്യാനികൾ ജനിക്കുന്നു? 56,000-ഓളം ക്രിസ്ത്യാനികളാണ് ജനിക്കുന്നത്. 62,000-ഓളം ക്രിസ്ത്യാനികൾ മരിക്കുന്നു. അതായത് 6,000 ക്രിസ്ത്യാനികൾ കുറയുകയാണ്. മുസ്ലിങ്ങൾ 1,60,000 എന്തുമാണ് ജനിക്കുന്നത്, നേരെ തിരിച്ച് 50,000-60,000 മരിക്കുന്നത്. ഇതാ ഒരു ഗൂഢാലോചനയൊന്നുമല്ല. അവർ കുറച്ചുകൂടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഹെൽത്തി ആയി പോകുന്നു, ഹാപ്പി ആയി പോകുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്നു. പെട്ടെന്ന് നമുക്കെല്ലാം മനസ്സിലാകുന്ന കണക്ട് ചെയ്യുന്ന ഒരു ഉദാഹരണം പറയാം. ഒരു മുസ്ലിം ദുബായിലോ അമേരിക്കയിലോ വെസ്റ്റിലോ ജോലി കിട്ടിപ്പോയാൽ കൂടുള്ള 5 പേരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ 7-8 പേരെ കൊണ്ടുപോകും. പള്ളി പറയുന്നവർക്ക് 2-3 കാശ് കൊടുക്കും. പലിശയില്ലാതെ അവൻ്റെ സമുദായത്തിലെയും മറ്റും ആൾക്കാർ കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കാൻ നോക്കും. ഒരു ക്രിസ്ത്യാനി അമേരിക്കയിലോ യൂറോപ്പിലോ പോയാൽ അവൻ അല്ലെങ്കിൽ ദുബായി പോയാൽ അവൻ്റേതായ പള്ളിക്ക് കുറച്ച് ദശാംശം കൊടുക്കും, അവൻ്റെ കുറേ ആൾക്കാരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യും. ഒരു ഹിന്ദു അങ്ങനെ ദുബായിലോ അമേരിക്കയിലോ പോയാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരാളെയും കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും അവിടെ വരാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു പോകും. ഇതിൽ ഏക വ്യത്യാസം ഞങ്ങൾ ബ്രാഹ്മണരാണ്. ഞങ്ങൾ ബ്രാഹ്മണർ എന്നാൽ അവിടെ ഉള്ള ബാക്കിയുള്ളവരെ കൂടെ പറഞ്ഞയക്കാൻ നോക്കും. കാര്യം സ്ഥലത്ത് ഒരു ദിവ്യൻ മതി എന്നുള്ളതിൽ ഈ പ്രശ്നമാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മളൊരു സമുദായമായിട്ടല്ല വളരുന്നത്. ഇനി നമ്മുടെ സിനിമകളൊന്നും നോക്കിയാൽ, ഞാൻ ലാലേട്ടൻ്റെ ഭക്തനാണ്, ഫാൻ പോലും അല്ല, ഭക്തനാണ്. ലാലേട്ടൻ്റെ സിനിമകളെല്ലാം എന്താ, ലാലേട്ടൻ എനിക്ക് തന്ന ഇൻ്റർവ്യൂ കൈരളിയിലെ ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു, ലാലേട്ടൻ പറയുന്ന കൗതുകത്തോടൊരു കാര്യമാണ്, എൻ്റെ പല സിനിമകളും നോക്കിയാൽ ഒരേ കഥയാണ്. എന്താ കഥ? ലാലേട്ടൻ അമ്പലത്തിൽ ഉത്സവം നടത്തണം, ലാലേട്ടൻ്റെ അമ്മാവൻ്റെ മോൻ അമ്പലത്തിൽ ഉത്സവത്തിനെതിരെ നിൽക്കുന്നു, അമ്മാവൻ്റെ മോനെ കൊന്ന് ലാലേട്ടൻ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നു. ഇതാണ് ലാലേട്ടൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ നായർ കുടുംബങ്ങളിലെയും ഹിന്ദു കുടുംബങ്ങളിലെയും കുടിപ്പകയും പരസ്പര മാത്സര്യവും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമോഫോബിയക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ മുസ്ലിം വിരോധത്തിന് നമ്മൾ അനാവശ്യമായി ഊർജം കളയുകയാണ്, സമയം കളയുകയാണ്. നമ്മളൊരു ഡെഡിക്കേറ്റഡ് 5 മുതൽ 10 വർഷം വരെ പ്ലാനിൽ മാത്രമേ നമ്മുടെ ഹിന്ദു സമാജത്തെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ 3 കാര്യങ്ങളും പറയാം. ഒരു ചോദ്യരൂപേണ ചോദിക്കാം, ഞാൻ പല വേദികളിലും പറയുന്നതാണ്. നമ്മൾ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നം ഞാൻ 30 സെക്കൻഡിൽ പറയാം. നമ്മൾ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നം വെറും 30 സെക്കൻഡിൽ ഞാൻ പറയാം. ചോദ്യരൂപേണ ചോദിക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാനുള്ള ഇതുണ്ട്, ഓരോരുത്തരുടെയും വിശ്വാസപ്രകാരം. പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ഞായറാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? വെള്ളിയാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ നമ്മുടെ അമ്പലങ്ങളിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും സ്പിരിച്വൽ കോണ്ടന്റ് കേൾക്കുന്നത്, ഏതെങ്കിലും രീതിയിൽ സഹായമൊക്കെ എത്തിക്കുന്നത് ഏത് ദിവസമാണ്? അങ്ങനെയൊരു ദിവസമില്ല. ഇങ്ങനൊരു ദിവസമോ ഇടമോ ഇല്ല.
ഇനി അടുത്തൊരു പ്രശ്നമുണ്ട്. ഇത് കേൾക്കുമ്പോൾ 2 റിയാക്ഷനാണ് ഹിന്ദുക്കളിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ റിയാക്ഷൻ എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു എന്താ പറയണേ, ഇടതുപക്ഷ സ്വാമി, ഞാൻ ഈ വിഷയം പറഞ്ഞു, പുള്ളി എണീച്ചെന്ന് പറയുകയാണ്, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിനും സമൂഹത്തിനുമായി മാറ്റിവെച്ചിരിക്കുന്നത്, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ദൈവത്തിനും സമൂഹത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്, നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിനും സമൂഹത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സ്വാമി, ഈ തെള്ളു കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഇത് ചുമ്മാ ഡയലോഗ് അടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ലോകാസമസ്ത സൂനോ ഭവന്തു എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നതിന് വിശപ്പ് മാറില്ല. ഈ ലോകാസമസ്ത സൂനോ ഭവന്തു എന്ന മഹത്തരമായ ദർശനമെടുത്ത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞാലേ അതിന് മാറുകയുള്ളൂ. അപ്പം നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ട ആദ്യ കാര്യം, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം വേണം. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ, കുറച്ച് യോഗ, കുറച്ച് ധ്യാനം, ഇതൊക്കെ പഠിക്കാനും അറിയാനും നമ്മുടെ ഇടയിലെ ആൾക്കാരെ ഡിസ്കസ് ചെയ്യാൻ ആരെയായാലും കുഴപ്പമില്ല. വിവേകാനന്ദ സ്വാമിയാകാം, ഗാന്ധിജിയാകാം, ഗുരുജി ഗോൾവൽക്കറിനെയാകാം, ഭാരതകേസരി മന്ദത്വനാമനെയാകാം, ചട്ടമ്പി സ്വാമിയാകാം, ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെയാകാം, മഹാത്മാ അയ്യങ്കാളിയാകാം, ആരെയെങ്കിലും പഠിക്കാനും അറിയാനും ഒരു സ്കോപ്പ്. ഇതാണ് ഒന്ന്. 2, ഏറ്റവും പ്രധാനം, നിർബന്ധമായി ചെയ്യേണ്ടത്, ഞാൻ ശബരിമല പ്രക്ഷോഭം കോർഡിനേറ്റ് ചെയ്യാൻ ഏകദേശം 6 സംസ്ഥാനങ്ങളിൽ പോയി. എല്ലാ സ്ഥലത്തും ഞാനൊരു 40 മുതൽ 45 മിനിറ്റ് വരെ സംസാരിച്ചത്. ഇതിൽ 35 മിനിറ്റും ശബരിമലയെക്കുറിച്ച് മിണ്ടി പോലുമില്ല. ഞാൻ ഈ വിഷയമാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ശബരിമലയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അയ്യപ്പൻ ചെയ്തോളും, പക്ഷേ ഈ പറയുന്ന കാര്യം നമ്മൾ ചെയ്യണമെന്ന്. അപ്പോൾ അവർ വിചാരിച്ചു ശബരിമല പ്രക്ഷോഭത്തിന് വന്നപ്പോൾ ആ ഒരു വികാരമായിരിക്കും പറയുന്നത്. ഞാൻ 35, അതായത് 90% ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് നിന്നപ്പോഴും അതിനെക്കുറിച്ചല്ല സംസാരിച്ചത്. അടുത്ത സംസാരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. 83 ഓർമ്മ, 80 to 85% ഫാമിലി ബ്രേക്ക് ഡൗൺസ്, കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്ന ഹിന്ദുക്കളിലാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, 80 മുതൽ 85% വരെ ഡിവോഴ്സുകൾ, കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഹിന്ദുക്കളിലാണ്. ഈ കുടുംബ തകർച്ച ഉണ്ടാകുമ്പോൾ എങ്ങനെ കുട്ടികളുണ്ടാകും? നിർബന്ധമായി നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം. കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾക്ക് 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും. നമ്മുടെ NSS, SNDP ഒക്കെ കഴിഞ്ഞ് 5-10 വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. വിപുലമായ രീതിയിൽ ചെയ്തു വരുന്നേ ഉള്ളൂ. എൻ്റെ അമ്മ മല്ലികാ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ്. അവരിതൊക്കെ ചെയ്യുന്നുണ്ട്. KPMS ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നിർബന്ധമായിട്ട് ഈ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, ഇതാണ് 2ാമത്തെ കാര്യം. ഇത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് വലിയൊരു തകർച്ചയുടെ വക്കിലാണ് പോകുന്നത്. 3, അടുത്ത ഒരു കാര്യം കൂടെ ചോദിക്കാം. നടതള്ളുക എന്ന് കേട്ടിട്ടില്ലേ? നടതള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രായമായ അച്ഛനെയും അമ്മയും സ്നേഹമില്ലാതെ, കരുതലില്ലാതെ തെള്ളുക. അതാണല്ലോ ഇപ്പം കേരളത്തിൽ വളരെ സ്വാഭാവികമാണ്. നടതള്ളുക, വൃദ്ധസദനങ്ങൾ എന്നൊക്കെ. എപ്പോഴെങ്കിലും പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? നടതള്ളുക നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ അവരിൽ 1-2% കാണാം. പക്ഷേ ഈ നടതള്ളപ്പെടുന്നവരിൽ 90 മുതൽ 95% നമ്മുടെ ഹിന്ദു അച്ഛനമ്മമാരും ഹിന്ദു മുത്തശ്ശന്മാരുമാണ്. ഇതിനൊക്കെ കാരണം എന്താ? അതാണ് അടുത്തത്. ഇത് ഞാൻ കോട്ട് ചെയ്യുന്നത് ഒരു ഹിന്ദുവിനെയല്ല, ഒരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്നാണ്. അത് ഡോക്ടർ സിബി മാത്യൂസ്, കേരള പോലീസിൻ്റെ DGP ആയിരുന്ന, വിവരാവകാശ കമ്മീഷണറായിരുന്ന സിബി മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തീസീസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ്. ആ ഡോക്ടറേറ്റ് തീസീസ് കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ചാണ്. അത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ DC ബുക്സ് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് മലയാളി ഇങ്ങനെ മരിക്കണമോ. അങ്ങനെയൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും പ്രിയൻജി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ്. അറിയാമല്ലോ. കേരളത്തിൽ ആരാ ആത്മഹത്യ ചെയ്യുന്നത്? കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ച് പഠിച്ച സിബി മാത്യൂസ് ഞെട്ടിക്കുന്നൊരു കണക്ക് വിടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കേരളത്തിലെ 50%-ഓളമുള്ള ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യ. 17-18% ക്രിസ്ത്യാനികളിൽ 12% ആത്മഹത്യ. 27% മുസ്ലിങ്ങളിൽ 8% ആത്മഹത്യ. സുഗതകുമാരി ടീച്ചറാണ് ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. സുഗതകുമാരി ടീച്ചറും ഡോക്ടർ സിബി മാത്യൂസും കണ്ടെത്തുന്നത് എന്താ അറിയാമോ? ഹിന്ദുക്കളിൽ വേണ്ട രീതിയിൽ ആത്മീയ പഠനം, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ല. എങ്ങനെ? 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടി അവരുടെ ഓത്തുപള്ളികളിൽ പോയി, സൺഡേ സ്കൂളുകളിൽ പോയി പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുറാനും ഒക്കെ പഠിക്കുന്നു. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടും, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പരിചയപ്പെടും. ആ പ്രായത്തിൽ നമ്മൾ ഗീത പഠിച്ചാലും ഖുറാൻ പഠിച്ചാലും ബൈബിൾ പഠിച്ചാലും ഒരു പ്രത്യേക രീതികളൊന്നും മനസ്സിലാവില്ല. പക്ഷേ അവിടെ കേൾക്കുന്ന കഥകൾ, അവിടെ നിന്ന് പറയുന്ന മാതൃകകൾ, അച്ഛനമ്മമാരോടുള്ള സ്നേഹം, പരസ്പര സാഹോദര്യം, ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസം. നമ്മൾ പലപ്പോഴും ഹിന്ദുക്കൾ ശ്രീനിവാസനെ പോലാണ്. ഏത് ചിന്താവിഷ്ടയ ശ്യാമളയിലെ. അതായത് മിക്കവാറും സമയം നിരീശ്വരവാദിയായിരിക്കും, ഇടയ്ക്ക് സംശയം തോന്നും, ഇടയ്ക്ക് ഭക്തി കയറിയാൽ പിന്നെ ഓവർ ഭക്തിയാണ്. നമ്മൾ ഹിന്ദുക്കൾ ഇങ്ങനെ സീസണലി മാറി മാറി വരുന്നതാണ്. കാര്യം നമുക്കൊരു ബേസ് ഇല്ല. നമ്മളൊരു ഓളത്തിന് എങ്ങനെ പോവാണ്. അതായത് പെട്ടെന്ന് ശബരിമല സീസൺ വരുമ്പോൾ പിന്നെ ആദ്യം വേറെ ഭക്തിയാണ്, തിരിച്ചു വരുമ്പോൾ പിന്നീട് ദൈവം ഒരു വർഷത്തേക്കില്ല.
പക്ഷേ നമുക്കൊരു പഠനം ഉണ്ടാകുന്നില്ല. അതായത് കൃത്യം കണക്ക് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടി 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം നേടുന്നു. നമ്മുടെ കുട്ടികൾക്ക് പരമാവധി കിട്ടുന്നത് 50-100 മണിക്കൂറാണ്. അതും എന്താണ്, അമ്പലങ്ങളിൽ വല്ലപ്പോഴും നടക്കുന്ന ഭാഗവത സപ്താഹവും പറ്റും. ഇനി ഭാഗവത സപ്താഹത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഞാൻ കൃഷ്ണൻ്റെ ഭക്തനാണ്. പക്ഷേ ശ്രദ്ധിച്ചാൽ അറിയാം, ഭാഗവത സപ്താഹത്തിൽ ചെല്ലുന്നത് നല്ലൊരു ശതമാനം 60-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും, വൃദ്ധരായിരിക്കും. മീൻസ് അവർ കേൾക്കണം വേണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ യുവാക്കളോ 40 താഴെയുള്ള ആൾക്കാരോ യുവതികളോ ഒന്നും പലപ്പോഴും വരാറില്ല. അപ്പം നമുക്കൊരു സ്പിരിച്വൽ, ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഷയെ പറഞ്ഞാൽ സ്പിരിച്വൽ കോണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല. അതിനൊരു തെളിവും കൂടെ ഞാൻ പറയാം. യേശു ക്രിസ്തു ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രവാചകനോ ദൈവപുത്രനോ ഒക്കെയാണ്. യേശു ക്രിസ്തു എത്ര വർഷം മുമ്പാണ് ജീവിച്ചിരുന്നതെന്ന് ലോകത്തിൽ ആരോട് ചോദിച്ചാലും, ഒരു ഹിന്ദുവിനോട് ചോദിച്ചാലും അവൻ പറയും ഏകദേശം 2000 വർഷം മുമ്പാണ്. അങ്ങനെയാണല്ലോ BC AD ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അങ്ങനെ ഹിന്ദു കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്, വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ ഉയർത്തി പറയുന്ന വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ച, നമ്മുടെ ഭാഷയുടെ ഒരു ആദിമ രൂപം സംസാരിച്ച, ഒരു പക്ഷേ നമ്മുടെ മുത്തശ്ശന്മാരോടൊപ്പം പോരാടിയ, നമ്മുടെ മുത്തശ്ശിമാരുടെ ആഹാരം മേടിച്ച് കഴിച്ച ഈ പന്തളത്തെ മണികണ്ഠൻ അയ്യപ്പൻ എത്ര കാലം മുമ്പാണ് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്നുള്ളതല്ല പ്രശ്നം, നമുക്കത് ചോദിക്കാനൊരു വേദി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്കും അറിയില്ലായിരുന്നു. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായി സേവനമനുഷ്ഠിച്ച ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വര് വളർത്തിയ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയതാണ്. എനിക്ക് അദ്ദേഹം വളർത്തി, എനിക്കും ഇതറിയില്ല. ഞാൻ ഇതെല്ലാം പഠിച്ചത് സുപ്രീം കോടതിയിലെ കേസിൻ്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്കറിയാത്തത്? കാര്യം നമുക്കൊരു സൺഡേ സ്കൂളില്ല, നമുക്കൊരു ബൈബിൾ പഠനം പോലെ, നമുക്കൊരു ഖുറാൻ പഠനം പോലെ, നമുക്കൊരു ഗീതാ പഠനമോ നമ്മുടെ ഹിന്ദു ചരിത്ര പഠനവും ഇല്ല. നമുക്ക് ഒരുപാട് സംഘടനകളില്ലേ, ഇസ്കോൺ, അവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ഇവരെല്ലാം നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ചിന്മയ മിഷൻ, ഞാൻ ചിന്മയ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. ചിന്മയൊക്കെ അമേരിക്കയിൽ ഗംഭീരമായ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ എപ്പോഴെങ്കിലും നമ്മളിവരെ ആക്സസ് ചെയ്യുന്നുണ്ടോ? ഇവർ വ്യത്യസ്ത സംഘടന നിൽക്കുന്നുണ്ട്. ശ്രീ രവിശങ്കർജിയുണ്ട്, അമ്മയുണ്ട്, മാതാ അമൃതാനന്ദമയി ദേവിയുണ്ട്, സദ്ഗുരു ജഗ്ഗി വാസുദേവുണ്ട്, ബാബാ രാംദേവ് ഉണ്ട്, ഇസ്കോണുണ്ട്, ചിന്മയുണ്ട്, ശിവാനന്ദാശ്രമമുണ്ട്, അങ്ങനെ പ്രമുഖമായ പല ആൾക്കാരുമുണ്ട്. നമ്മുടെ സത്യാനന്ദ സരസ്വതി അവരുടെ അതുകൊണ്ട് നമുക്കെപ്പോഴെങ്കിലും ഇങ്ങനൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നറിയാമോ? ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമുക്കൊരു ശനിയാഴ്ച ഇല്ല എന്നുള്ളതാണ്. അവർ അത് കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക്കും സിലബസ് അധിഷ്ഠിതവുമായി പഠിക്കുകയാണ്. നമ്മളങ്ങനെ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇനി അത് കേരളത്തിൻ്റെ പൊതു പ്രശ്നമായിട്ട് ഞാൻ എടുത്ത് ചോദിക്കാം. മലയാളികൾ ലോകത്ത് എവിടെ ചെന്നാലും, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കോട്ടെ, ഓണമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, മഹാബലിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഈ മഹാബലിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? മഹാബലിയുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ഭാര്യ ആരാണ്, മോൻ ആരാണ്, മഹാബലി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഓണം ഒരു ആഘോഷം മാത്രമാണ്. അതാണ് പ്രശ്നം. അതായത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ഒരു ആഘോഷവും യേശുവിനെ സ്മരിക്കാനുള്ള ഒരു അവസരവുമാണ്. മുഹമ്മദ് നബിയുടെ ജന്മം അല്ലെങ്കിൽ നബിദിനം മുസ്ലിങ്ങൾക്കൊരു ആഘോഷവും നബിയെ സ്മരിക്കാനൊരു ദിവസവുമാണ്. പക്ഷേ നമുക്ക് ഓണം ഒരു ആഘോഷവും സിനിമ കാണലും മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുകയാണെങ്കിൽ ഉടനെ പറഞ്ഞുകൊണ്ട് വരും അവർണനായ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ സവർണനായ വാമനൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും ഈ പറയുന്ന ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളും അങ്ങനെ ഒരു ദളിതവാദികളും അല്ലേ അടിച്ചമർത്താൻ നമ്മൾ ഇല്ലാതാക്കാൻ. ഇനി അതിൽ ദളിതവാദികളെ വേറെ കാണണം. എന്തുകൊണ്ട് വേറെ കാണണമെന്ന് പറഞ്ഞാൽ, ചരിത്രത്തിൽ നമുക്ക് അവരോട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യമാണ്, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ടല്ലേ സ്വാമി വിവേകാനന്ദൻ മ്യൂസിയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല, അത് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ അതാ പറയുന്നത്. അതിൻ്റെ കൃത്യം നിലപാട് ഞാൻ പറയാം. ഗാന്ധിജിയോട് അംബേദ്കർ ചില കാര്യങ്ങളിൽ കടുത്ത നിലപാടെടുക്കുന്നുണ്ട്. അപ്പം ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, അംബേദ്കർ ഇങ്ങനെ കടുത്ത നിലപാടുകൾ പറയുന്നുണ്ട്. അപ്പം ഗാന്ധിജി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. ഇന്ന് BJP അടക്കമുള്ള കക്ഷികൾ അംബേദ്കറോടൊക്കെ നിലപാട് എന്താണ്? അംബേദ്കർ വേദങ്ങളെ തള്ളി പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളെ തള്ളി പറഞ്ഞു. എന്നാലും ബഹുമാനിക്കുന്നതിൻ്റെ കാരണം അംബേദ്കർ അനുഭവിച്ച വേദനയിൽ നിന്നാണ് അദ്ദേഹം റിയാക്ട് ചെയ്തത്. നമ്മുടെ ചരിത്രത്തിൽ ലോകത്ത് ഏറ്റവും തെറ്റായ ഉച്ചനീചത്വങ്ങൾ നിലനിന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഇതിനൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താ? എന്തിന്? ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ ഈഴവ സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളെ അന്നത്തെ ഈഴവ പ്രമാണിമാർ കയറ്റിയിട്ടില്ല. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണ് നിറയുന്നതും. അത് ഒരു വിഷയം കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വർഷം കഴിയട്ടെ, അതായത് ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ ചെന്ന് പറയുകയാണ്, ഇങ്ങനെ എന്താണ് വിവേചനം കാണിക്കുന്നത്? ഞാനത് പറയുന്നതിൻ്റെ ഉദ്ദേശം എല്ലാ ജാതികളിലും ഉണ്ട്, സവർണ്ണ ജാതികളിലും മാത്രമല്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനോട് ഈഴവ സമൂഹത്തിലെ പ്രമാണിമാർ പറയുകയാണ്, ഗുരുദേവനായിട്ട് നോ പറയാൻ പറ്റുന്നില്ല, ഗുരുദേവ ഒരു വർഷം കഴിയട്ടെ, അവരെ കയറ്റാം. അപ്പം ഗുരുദേവൻ കരയുകയാണ്. അപ്പം മഴ പെയ്തു എന്നാണ് ആലങ്കാരികമാണ് പറയുന്നത്. അപ്പം ഗുരുദേവൻ പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞല്ലോ. വർഷം എന്ന് പറഞ്ഞാൽ മഴയെന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് നമ്മുടെ പിന്നോക്ക ജനവിഭാഗങ്ങൾ നമ്മളോട് കുറച്ച് കടുപ്പിച്ച് സംസാരിച്ചാലും നമ്മുടെ തെറ്റായിട്ടും ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ഉൾക്കൊണ്ട് അവരെ സ്വാംശീകരിക്കണം. അവിടെയാണ് നമ്മളെ തെറ്റിക്കാൻ തീവ്ര ലെഫ്റ്റ് ശ്രമിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദളിത് സഹോദരങ്ങളെ കൂടെ നിർത്തണം. അതാണ് അതിലെ കാര്യം. നമ്മളെ മനഃപൂർവ്വം വിഘടിപ്പിക്കാനും ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാനും ഒരുപാട് പേർ അവരുടെ നെറേറ്റീവുമായിട്ട് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചരിത്രത്തിൽ ഒരു പക്ഷേ വാമനനും മഹാബലിയും തമ്മിൽ ആശയപരമായ വ്യത്യാസം കാണാം. ഇന്ന് രണ്ടുപേരും ഒരുമിച്ചാണ്. ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു കാണാം. എന്നാൽ ഇന്ന് രണ്ടുപേരും നമ്മുടെ കേരളത്തിൻ്റെയും മറ്റു ഐക്യത്തിൻ്റെ ചിഹ്നമാണ്. നമ്മൾ ഒരു ലൈൻ മാത്രം പിടിക്കരുത്. അതായത് മറ്റേ ഓണം വാമന ജയന്തി മാത്രമാണെന്ന് പറയരുത്. വാമന ജയന്തിയും കൂടെയാണ്. അങ്ങനെയല്ല, ഇത് ആരാണ് മഹാബലി എന്ന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. പ്രഹ്ലാദന്റെ ചെറുമകനാണ്. പ്രഹ്ലാദൻ ചെറുമകനാണ്. ഇനി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം. നമ്മുടെ മഹാബലിയുടെ അച്ഛൻ്റെ പേര് വിരോചനൻ എന്നാണ്. അമ്മയുടെ പേര് ദേവാംബ എന്നാണ്. ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. ഇനിയും കൗതുകം, മഹാബലിയുടെ മോൻ്റെ പേരിൽ ഒരു ഡാം കേരളത്തിലുണ്ട്. അതിൻ്റെ പേരാണ് ബാണാസുര സാഗർ ഡാം. അപ്പം മഹാബലി നമ്മുടെയും കൂടെ രാജാവാണ്. ചരിത്രത്തിൽ ചില ക്ലാഷുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലകളുടെ വേദനകളോ മുറിവുകളോ ഹീൽ ചെയ്യല്ലേ നമ്മൾ വേണ്ടത്. ഈ ആറ്റിറ്റ്യൂഡ് എടുത്ത് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ, ഞാൻ തമിഴ്നാട്ടിൽ ഇതേപോലെ പരിപാടിക്ക് പോയി. പെരിയോർ രാമസ്വാമി നായിക്കർ ഒരുപാട് ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചിട്ടുള്ള വ്യക്തിയാണ്. അന്നത്തെ ഒരു കാലഘട്ടം മറക്കാനും പൊറുക്കാനും ഒരുമിക്കാനും അല്ലാതെ വേറെ എന്താ വഴി? അപ്പം തമിഴ്നാട് BJP ഈ സ്റ്റാൻഡല്ലേ എടുക്കുന്നത്. അതായത് കുറച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രാഹ്മണരെ കൊല്ലണമെന്ന് തന്നെ പറഞ്ഞിട്ട്, നിങ്ങളൊരു പാമ്പിനെയും പറപ്പനെയും അല്ലെങ്കിൽ പാമ്പിനെയും ബ്രാഹ്മണനെയും കണ്ടാൽ ആദ്യം നിങ്ങൾ ബ്രാഹ്മണനെ അടിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്തെ പ്രശ്നം. ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ പെരിയോർ രാമസ്വാമി നായ്ക്കരോട് എന്ത് പറയുമായിരുന്നു? അതായത് നമ്മുടെ ശ്രീ പണിക്കർജിയൊക്കെ ഇടയ്ക്ക് വളരെ കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്തതുപോലെ നെഹ്റു, അതായത് ലെഫ്റ്റ് ലിബറലായ ഇടത് പുരോഗമനവാദിയായ നെഹ്റുജി നമ്മുടെ രാമസ്വാമി നായ്ക്കരെ ജയിലിലിടണമെന്ന് പറഞ്ഞു. ഇയാളെ പ്രാന്താസ്ത്രീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗാന്ധി അങ്ങനെ പറയില്ല. ഗാന്ധിജി പറയും രാമസ്വാമി നായ്ക്കരെ അങ്ങനെ പറയരുത്, എനിക്ക് വിഷമമായി, നമുക്ക് ചരിത്രത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ശരിയാക്കാം. അപ്പം ഹിന്ദു സമൂഹത്തിൻ്റെ ഒരുമ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും വിഘടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇനി രണ്ടങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിസ്റ്റുകൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? 100% ഉണ്ട്. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി കാരണമാണ്. ഹിന്ദു ഐക്യം വന്നാൽ ഞങ്ങൾക്ക് പണി കിട്ടും എന്ന് പറയുന്ന തെറ്റിദ്ധാരണയിലാണ് പല ഇസ്ലാമിസ്റ്റുകളും എങ്ങനെങ്കിലും ഹിന്ദുക്കളെ വിഘടിച്ച് നിർത്താൻ നോക്കുന്നത്. നേരെ തിരിച്ച് നിങ്ങൾക്ക് ദോഷമില്ല. അതുകൊണ്ടാണ് ഞാൻ ശബരിമല പ്രക്ഷോഭം, ഞാനാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അറിയാമല്ലോ ശബരിമല പ്രക്ഷോഭത്തിൽ. ഞാൻ ശബരിമല പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരെ, മുസ്ലിം നേതാക്കളെ പേഴ്സണലി കാണാൻ പോയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ നമ്മളായിട്ടൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരാണ്, ജയിക്കുമെന്നൊന്നും ഉറപ്പില്ല, സുപ്രീം കോടതിയിലെ വിധിയാണ്, നിങ്ങളുടെ എല്ലാം കൂടി സപ്പോർട്ട് വേണം, പിന്തുണ വേണം. അവർക്ക് ഇൻസെക്യൂരിറ്റി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്? ഒന്നാമത് മുസ്ലിം സമൂഹത്തിന് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ട്. കേരളത്തിലാണ് 27 മുതൽ 20% ഉള്ളത്. ഇന്ത്യയിൽ 15-16% അല്ലെങ്കിൽ 17-18% നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി മറ്റുമുണ്ട്. ചരിത്രപരമായി പാകിസ്ഥാൻ വിഭജിച്ചു പോയി. വിഭജനത്തിൻ്റെ മുറിവുകൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ട്. നോർത്ത് ഇന്ത്യയിലാണ് കുറച്ചുകൂടെ കൂടുതൽ. കാര്യം പഞ്ചാബും ബംഗാളും. ഇവരെ നമ്മൾ വെറുപ്പിക്കേണ്ട, പകരം അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത്. ഇപ്പോൾ ഉദാഹരണം, ഇത് രാഹുൽ ഈശ്വറിൻ്റെ ലൈനല്ല, ഈ ലൈനാണ് അയ്യപ്പൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പൻ വാവർ എന്ന് പറയുന്ന മുസ്ലിമും വെളുത്ത എന്ന് പറയുന്ന ക്രിസ്ത്യാനിയും വരുന്നത്. ഇനി പോട്ടെ, അയ്യപ്പൻ എന്താ പറയണേ, ചരിത്രവും ദൈവമാണ്. RSSൻ്റെ നിലപാടെന്താ? ഇതുകൊണ്ടല്ലേ RSS ക്രിസ്ത്യൻ രാഷ്ട്രീയ ബെഞ്ചും മുസ്ലിം രാഷ്ട്രീയ ബെഞ്ചും വെച്ചിരിക്കുന്നു. RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇന്ന് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാന സംഘടനയ്ക്ക് ഒരു ഈസായി രാഷ്ട്രീയ ബെഞ്ച് എന്നാ പേര്. ക്രിസ്ത്യൻ ഈസായി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനി എന്നാണ്. ക്രിസ്ത്യൻ രാഷ്ട്രീയ ബെഞ്ചും മുസ്ലിം രാഷ്ട്രീയ ബെഞ്ചും ഉള്ളതിൻ്റെ റീസൺ എന്താ? അതും ഇന്ദ്രേഷ് കുമാർജിയെ പോലെ വളരെ മുതിർന്നൊരു സ്വയം സേവകനാണ് അതിൻ്റെ ഇൻചാർജ്. ഇന്ദ്രേഷ് കുമാർജി, നമ്മുടെ ഇപ്പോഴത്തെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്ജി, അതിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം പള്ളികളിലടക്കം പോയി സംസാരിച്ചത് എന്താ? നമുക്ക് ഈ 140 കോടി പേർക്ക് അടികൂടി ജീവിക്കാൻ പറ്റൂ. എവിടെങ്കിലും ഒരു ബാലൻസ് പിടിച്ചല്ലേ ജീവിക്കാൻ പറ്റൂ. ഞാനിപ്പം അവിടെ വന്നപ്പോൾ സേവാഭാരതിയിലെ പോസ്റ്റ് കണ്ടിരുന്നു. എനിക്ക് ഏറ്റവും ഗാന്ധിജി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ഗുരുജി ഗോൾവൽക്കറാണ്. ഗുരുജി ഗോൾവൽക്കർ ആദ്യ കാലത്ത് കുറച്ച് കടുപ്പ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പുള്ളി ഇവോൾവ് ചെയ്തു. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ആ കാര്യം വെച്ചാണ് ഗുരുജിയെ പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എപ്പോഴും എന്നോട് പറയുന്നത് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ സംഖ്യയാണ്, അതുകൊണ്ടാണ് ഗുരുജി ഗോൾവൽക്കറിനെ വെളുപ്പിക്കുന്നത്. ഗുരുജി ഗോൾവൽക്കർ ആദ്യ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശത്രുക്കളായിരുന്നു എന്ന GD സവർക്കറുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. VD സവർക്കർ അല്ല, വേറെ GD സവർക്കർ, ഗണേഷ് ദാമോദർ സവർക്കർ, അദ്ദേഹത്തിൻ്റെ നിലപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഗുരുജി പിന്നീട് ഇവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആ എവല്യൂഷനെ അല്ലേ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് നമുക്ക് കോമൺ ഗ്രൗണ്ടുകൾ കണ്ടെത്തണം. ഇപ്പം കുറച്ചുകൂടെ ഇതായിട്ട് പറയാം, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ, എല്ലാവരും പറയില്ല, കുമ്മനം ചേട്ടനൊന്നും പറയില്ല, തീവ്ര ഒരു ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാർ വാവരല്ല വാപുരനാണെന്നൊക്കെ പറയുന്നുണ്ട്. RSSൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ പ്രസിഡൻറ്റ്
ദ്രൗപദി മുർമുജി വന്നപ്പോഴും അയ്യപ്പൻ പറയുന്നത് പോലെ വാവരുടെ നടയിൽ തൊഴുതിട്ടല്ലേ വന്നത്. അയ്യപ്പന്റെ സുഹൃത്താണ് വാവരും വെളുത്താന്ന്. നമുക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അവിടെ കൊണ്ടുവന്ന് പച്ചക്കൊടി കിട്ടിയത് വക്കഫാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അല്ല, അങ്ങനെ ആരും പറയുന്നില്ല. അവിടെ രണ്ട് കാര്യങ്ങളാണ്. അവിടെ ഒരു പച്ചപ്പട്ടും മറ്റും ഉണ്ട്. അത് 1000 വർഷമായിട്ടുണ്ട്. അല്ല, അവിടെയല്ല, ഈ നടപ്പന്തലിൽ കൊണ്ടുവന്ന് പച്ചക്കൊടി കിട്ടി അങ്ങനെ ഒരാൾ കെട്ടി, അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. സത്യസന്ധമായി ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കറിയില്ല, എൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ആ കേസ് പിന്നീട് ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയില്ല. ഏതെങ്കിലും മുസ്ലിമിന് ആ സ്ഥലം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെയാണ് നേരെ തിരിച്ച് വാവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിം. ഇത് ഏതുപോലെയാന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരൊറ്റ ആളുടെ പേരേ വരും. അത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ആരാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നത്? ഇനി അത് വാവരല്ല. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കാം, വേറെ വാവരല്ല വാവൂരനാണെന്ന് പറയുമ്പം നമുക്ക് തന്നെ ഉള്ളിൽ അറിഞ്ഞുകൂടെ ഇവർ കള്ളം പറയുകയാണ്. ഇത് കാര്യം കണ്ടുകൊണ്ടിരിക്കില്ലേ? അവിടെ ഒരു വാവര് നട, അയ്യപ്പൻ നടയില്ലേ? ഇനിയും എരുമേലി അമ്പലത്തിൽ പോയിട്ടുണ്ടോ? എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ടു കാണുമല്ലോ. എരുമേലി ശ്രീധർമ്മശാസ്ത്രത്തിൽ ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ വാവർക്കൊരു നടയുണ്ട്. അവിടെ വിഗ്രഹമോ പ്രതിമയോ വെച്ചിട്ടില്ല. കാര്യം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവർക്കത് ശരിയല്ല. അപ്പം നമ്മുടെ പൂർവികരുടെ മഹത്വം എന്താ? വാവരെ ബഹുമാനിക്കുമെന്ന് മാത്രമല്ല, വാവരാഗ്രഹിക്കുന്ന രീതിയിൽ വാവരെ ബഹുമാനിക്കുമെന്നാണ്. ഈ പാത തന്നെയല്ലേ വാജ്പേയിജി പിന്തുടർന്ന് അബ്ദുൽ കലാംജിയെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റായി ആര് മാറി? എല്ലാവർക്കും സ്വീകാരനെ അദ്ദേഹം മാറി. അപ്പോൾ ഒരു ദേശീയ മുസ്ലിം, BJPയുടെ ലാംഗ്വേജ് കടമെടുത്ത് പറയുകയാണ്, ദേശീയ മുസ്ലിം, നാഷണലിസ്റ്റിക് മുസ്ലിം, കൾച്ചറൽ മുസ്ലിം. ഇത് നമ്മുടെ സമ്പത്താണ്. ഇപ്പം നമ്മളെല്ലാം ഭാരത് മാതാ കി ജയ് വലിയ താല്പര്യത്തോടെ പറയുന്നത്. ഈ ഭാരത് മാതാ കി ജയ് കൊണ്ടുവരുന്ന ആരാ? അസീമുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരി എന്നാണ് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ജയ് ഹിന്ദ്. നേതാജിയുടെ സന്തത സഹചാരിയായ, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സന്തത സഹചാരിയായ ആബിദ് ഹസൻ സഫ്രാനി, ആബിദ് ഹസൻ എന്നാണ് പുള്ളിയുടെ പേര്, മുസ്ലിമാണ്. അദ്ദേഹം ഹിന്ദു പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കാൻ പുള്ളി സ്വന്തമായിട്ട് ചേർത്താണ് സഫ്രാനി. സഫ്രാനി എന്ന് പറഞ്ഞാൽ സാഫ്രൻ. ആബിദ് അപ്പം ഇവരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്ന് ആര് പറയുന്നു. പക്ഷേ മുഖ്യധാരാ മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തി ഒരുമിച്ചൊരു പാത ഉണ്ടാക്കാൻ സംഘത്തിന് പോലും താല്പര്യമുള്ളതുകൊണ്ടല്ലേ മുസ്ലിം രാഷ്ട്രീയ മഞ്ചുള്ളത്, ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചുള്ളത്, ഇപ്പം അബ്ദുള്ള കുട്ടിജി ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പഴയ പോലീസ് ജേക്കബ് സാർ ഉള്ളത്. ഇതുപോലെ അപ്പം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്ന് തീവ്ര സ്വരക്കാരെ മാറ്റി നിർത്തുക, മിതവാദികളെ ഒരുമിപ്പിക്കുക. ഈ ലൈൻ അല്ലാതെ വേറെ പോട്ടെ. മോദിജി അതല്ലേ ചെയ്യുന്നത്? അതായത് പെഹൽഗാമിൻ്റെ നിലപാട് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ അദ്ദേഹം എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാരെ എടുത്തു. ടീമിനെ ലീഡ് ചെയ്യുക നമ്മുടെ ശശി തരൂരാണ്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിനോടൊപ്പം വിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? MJ അക്ബർ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ആളായിരുന്നു. ഇസ്ലാമിക കാര്യത്തിലെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്റോറിയനും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ബാലൻസ് നമുക്ക് മിസ് ചെയ്താൽ നമുക്ക് ദൂരവ്യാപ പ്രശ്നമാണ്. പെട്ടെന്ന് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് കൂടെ പറയാം. നമ്മുടെ ഇന്ത്യയുടെ കൊടി നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ ട്രൈ കളർ 13/4/1921, അതായത് ഏപ്രിൽ 13, 1921 ഗാന്ധിജി എഴുതി വെക്കുന്നുണ്ട്. ഈ കുങ്കുമനിറം നമ്മൾ ഹിന്ദുക്കളെ സൂചിപ്പിക്കാനാണ്, വെള്ള ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും സൂചിപ്പിക്കാനാണ്, പച്ച മുസ്ലിങ്ങളെ സൂചിപ്പിക്കാനാണ്. ഈ ബാലൻസിലാണ്. ഈ ബാലൻസ് ഇല്ലാതെ ഇന്ത്യക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇപ്പം രാജീവ് ചന്ദ്രശേഖർജി ആ ബാലൻസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കന്യാസ്ത്രീമാരെ അവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പോയി ഒരു 9 ദിവസം ജയിലിൽ കിടന്നു. ഏറ്റവും ഇവിടെ പ്രവർത്തിച്ചതാരാ? രാജീവ് ചന്ദ്രശേഖർജിയും നമ്മുടെ ഷോണും ഒക്കെയാണ്. അനൂപ് ആന്റണിയും ബാക്കിയുള്ളവർ പ്രവർത്തിച്ചു ഇല്ലെന്നല്ല. അതിനൊക്കെയാണ് നമുക്ക് വിയോജിപ്പ് വരുന്നത്. ഇവരുടെ അത്ര നിഷ്കളങ്കമല്ല അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. ഈ ഇസ്ലാമിക് വാദികളുടെയും ക്രിസ്ത്യാനികളുടെയും പല പ്രവർത്തനങ്ങളും അത്ര നിഷ്കളങ്കമല്ല. ഈ പറഞ്ഞതുപോലെ ജോലി വാങ്ങിച്ചു കൊടുക്കുകയല്ല, കൃത്യമായ മതം മാറ്റവും അവിടെ ഈ മതപരിവർത്തനവും നടക്കുന്നുണ്ട്, ലവ് ജിഹാദ് ഉണ്ട്. ഇതൊക്കെ വാസ്തവങ്ങളാണ്. നമ്മൾ അതിന് ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇവരെ കളിയാക്കി വിളിക്കുന്നത് അങ്ങനെ. ആദ്യം ക്രിസ്ത്യാനികളുടെ വിഷയം റൈസ് ബാഗ് കൺവേർട്സ് എന്ന് കേട്ട് കാണും. റൈസ് ബാഗ് കൺവേർട്സ് എന്നാണ് കളിയാക്കി വിളിക്കുന്നത്. പാൽപ്പൊടി കൊടുക്കുക. ഈ മറ്റേ നോർത്തിലെ റൈസ് ബാഗ് എന്ന്. ഞാൻ നോർത്തിലെ ഒരു ഹിന്ദു പരിപാടിക്ക് പോയി, അവരിങ്ങനെ റൈസ് ബാഗ് കൺവേർട്സ് എന്നതിനെ ഭയങ്കരമായിട്ട് പറയാം. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു കരിക്കോ ഒരു പിടി അരിക്കോ വേണ്ടി നമ്മുടെ ഇടയിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ മതം മാറിയെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ തന്നെ സാഞ്ഞടിക്കണം. അവന് വിശന്നിട്ടാണ് മതം മാറുന്നത്. അവൻ്റെ വിശപ്പ് അഡ്രസ് ചെയ്യാൻ നമ്മുടെ മെക്കാനിസം ഇല്ല. അതായത് വെറും ഒരു കരിക്കോ അല്ലെങ്കിൽ ഒരു പിടി അരിക്കോ വേണ്ടി ഒരാൾ മതം മാറുകയാണെങ്കിൽ അത് ശരിയല്ല, സംശയമൊന്നുമില്ല. അത് ക്രിസ്തുവിൽ താല്പര്യം തോന്നുന്ന ഒരാൾ പോകുന്നത് പോലെയല്ല അരിക്ക് വേണ്ടി പോകുന്നത്. പക്ഷേ അരിക്ക് വേണ്ടി പോയാൽ അത് നമ്മുടെ കുറ്റമാണ്. ഇനിയും തിരിച്ച് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വെച്ച് പറയാം. സ്വാമി വിവേകാനന്ദൻ എപ്പോഴാണ് കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞതെന്നറിയാം? നമ്മുടെ നാട്ടിൽ
സ്വാമി വിവേകാനന്ദൻ വന്നപ്പോൾ നമ്മുടെ അമ്പലങ്ങളുടെ മുമ്പിൽ കൂടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും പോകാം, പക്ഷേ ഹിന്ദുക്കളിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. വിവേകാനന്ദൻ ഇത് കണ്ട് ദേഷ്യമെന്ന് വിവേകാനന്ദൻ പറയണേ, എന്തുതരം ഭ്രാന്താണിത്. അതായത് കൺവെർഷന്റെ പ്രശ്നം അല്ല, ഇവിടുത്തെ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് വിവേകാനന്ദ പറയുന്നത് എന്താ അറിയാമോ? നിങ്ങൾ ഹിന്ദുക്കളിലെ ഒരു പിന്നോക്ക വിഭാഗക്കാരൻ നാളെ ക്രിസ്ത്യാനിയായി മുസ്ലിമായി മാറിയാൽ നിങ്ങളുടെ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നടക്കാം. എന്നാൽ അവൻ ഹിന്ദുവായി തന്നെ നിന്ന് കഴിഞ്ഞാൽ അവൻ ഈ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ പറ്റില്ല. എന്തുതരം ഭ്രാന്താണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളുടെ ന്യൂനപക്ഷമാവില്ല. ശുഭാനന്ദ ഗുരുദേവൻ പറയ സമുദായത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ചേരമർ സമുദായത്തിൽ നിന്നുള്ള ശുഭാനന്ദ ഗുരുദേവൻ, അല്ലെങ്കിൽ ഡോക്ടർ പൽപ്പു അടക്കമുള്ള ആൾക്കാർ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി അടക്കമുള്ള ഒരുപാട് പേരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇല്ലാതെ കയറും. അപ്പം നമ്മുടെ പോരായ്മകളൊന്ന് നമ്മൾ തിരിച്ചറിയണം. 2, മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നത്. അത് വേണം. നീ കൗതുകമുള്ളൊരു കാര്യം പറയാം. തീവ്ര ഇസ്ലാമിസ്റ്റുകളില്ലേ? ഉണ്ട്. സാക്ഷാൽ ഗാന്ധിജിയുടെ മകനെ അതേപോലെ മതം മാറ്റിയതാണ്. ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ചാമ്പ്യനുമായ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. നമ്മുടെ കൂടെ നിന്ന, ഇന്ത്യയുടെ കൂടെ നിന്ന മുഖ്യധാരാ മുസ്ലിങ്ങൾ അതിനെ എതിർക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഗാന്ധിജിയുടെ മോനെ മതം മാറ്റാൻ എന്തുവരം ഭ്രാന്തായിരിക്കും ഉണ്ടാകും. ഗാന്ധിജി ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതായത് അവൻ ആത്മീയ പാതയിൽ പോയാണെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു, പക്ഷേ അവൻ മറ്റ് താല്പര്യങ്ങൾ കൊണ്ടാണ് പോയത്. എന്തായാലും ഗാന്ധിജി കള്ളം പറയുന്നത് ശത്രുക്കൾ പോലും പറയില്ല. അപ്പം തീവ്ര അങ്ങനത്തെ സ്വഭാവമുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? അപ്പോൾ ഉദാഹരണം ലവ് ജിഹാദിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കാറുള്ള വാക്ക് നിർബന്ധിത മതപരിവർത്തനം, ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ നിമിഷ ഫാത്തിമ സത്യമാണ്, സോണിയ സെബാസ്റ്റ്യൻ, മറിയം സത്യമാണ്. പക്ഷേ കേരള സ്റ്റോറിയിൽ 32,000 എന്ന് കള്ളം പറയുമ്പോൾ ആൾക്കാർക്ക് ഈ 3 എന്ന് പറയുന്നതിൻ്റെയോ അല്ലെങ്കിൽ 5 എന്ന് പറയുന്നതിൻ്റെയോ സീരിയസ്നെസ് ഇല്ലാതാകുക. 32,000 എന്ന് അൺബിലീവബിളായ അതിശയോക്തി പറയുമ്പോൾ ഇപ്പം മറ്റേ അദാശർമ്മ കഥകളല്ലേ, കഥകൾ. പ്രശ്നം ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളിൽ നമുക്ക് ഈ പോയിന്റ് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? RSSകാരെ കൺവിൻസ് ചെയ്യലാണോ? അല്ലല്ലോ, അത് അവരെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തോട് നമ്മൾ പറയുകയാണ് സീരിയസ് ആയൊരു വിഷയമുണ്ട്. നമ്മുടെ ഇടയിൽ ചില ആൾക്കാരെങ്കിലും അങ്ങനെ 4 പിള്ളേർ അഫ്ഗാനിസ്ഥാനിൽ പോയി, അല്ലെങ്കിൽ ചില ആൾക്കാർ അഫ്ഗാനിസ്ഥാനിൽ പോയി തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം 1,00,000-1 അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പാടില്ല എന്ന് പറഞ്ഞ് അവരെ കൂടെ കൺവിൻസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വയം ഒരു എക്കോ ചേമ്പറായ നമ്മുടെ കൈയ്യടി ഇട്ടിട്ട് കാര്യം എന്താ? ഈ നിർബന്ധിത മതപരിവർത്തനം, ആ വാക്കേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, ഫോഴ്സ്ഡ് കൺവേർഷൻ്റെ ഒരു പ്രശ്നം. ഈ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്ത് പൊതുസമൂഹത്തെ കൺവിൻസ് ചെയ്യല്ലേ നോക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ പ്രീച്ചിങ് ടു ദി കൺവേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാര്യം. എൻ്റെ അപ്രോച്ചിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. RSS അല്ലെങ്കിൽ ഹിന്ദു സംഘടന എടുക്കുന്ന എല്ലാ നിലപാടുകളോടും എനിക്ക് യോജിപ്പാണ്. മുസ്ലിം സമൂഹത്തോടുള്ള നിലപാട്, ടോൺ തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കൊരു മാറ്റം വരണം. ഇന്നലെ വടയാർ സുനിൽജി ചെയ്ത ഏറ്റവും നല്ല കാര്യം, അദ്ദേഹം പറഞ്ഞതൊരു ഫാക്റ്റുമാണ്, നല്ല ടോണുമാണ്. ഒരു മുസ്ലിം കുഞ്ഞ് ജനിക്കുന്നത് കേരളത്തിന് എന്തോ വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഉമ്മയ്ക്കും ബാപ്പയ്ക്കും വേദന തോന്നും. പകരം അദ്ദേഹം പറഞ്ഞത് എന്താ? മുസ്ലിം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഹിന്ദുക്കളുടെ പ്രശ്നം വളരെ സീരിയസ് ആണ്. നമുക്ക് എന്താ ലോങ് ടേം വേണ്ട? ഒരു 15 വർഷം കഴിഞ്ഞ് നമ്മൾ മാത്രമേ പറയൂ എന്നുള്ളിടത്താണ് വേറൊരു പ്രശ്നം. മതി. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതിന് പ്രസക്തി? നമ്മളാണ് ഈ നാടിൻ്റെ ഭൂരിപക്ഷം. ഈ രാജ്യത്തെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ആദ്യ ഉത്തരവാദിത്തം നമുക്കാണ്. ഈ ഇന്ത്യയുടെ കൊടിയുടെ ഒരു രസകരമായ ചരിത്രം, അത് കേൾക്കാൻ കഥവും തോന്നും. ഗാന്ധിജി പല കളർ കോമ്പിനേഷൻ കൊടി ചെയ്തു. അതിലൊരു കളർ കോമ്പിനേഷൻ എന്താ അറിയാമോ? ആദ്യ നിറം വെള്ള, 2ാമത്തെ നിറം പച്ച, 3ാമത്തെ നിറം കുങ്കുമം കാവി. ഗാന്ധിജിയുടെ ലോജിക്ക് ഇതാണ്: ആദ്യ സ്ഥാനം ക്രിസ്ത്യാനികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും, 2ാമത്തെ പ്രാധാന്യം മുസ്ലിങ്ങൾക്ക്, ഏറ്റവും ഉത്തരവാദിത്തം നമ്മൾ ഹിന്ദുക്കൾക്ക്. കാര്യം ഹിന്ദുസ്ഥാനാണ്, ഹിന്ദു ഭൂരിപക്ഷമല്ലേ മൻമോഹൻ സിംഗ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത്, ഈ വിഭവങ്ങളുടെ 1ാമത്തെ അവകാശി. അതിൻ്റെ ഫുൾ പ്രസംഗം കേട്ടാൽ കൃത്യമായി മനസ്സിലാകും. അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം, എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത്. അതായത് ഒരു സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു 50 പേരുള്ള ക്ലാസ്, ഒരു ലീഡറായി ഒരാൾ നിൽക്കുന്നു. പുതിയൊരു ക്ലാസ്സിലെ കുട്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമ്പർ കുറവുള്ളതോ ന്യൂമറിക്കലി സ്ട്രെങ്ത് കുറവുള്ള ഒരാളെ ഇൻക്ലൂസീവ് ആക്കാൻ അവൻ എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഉദാഹരണം, അബ്ദുൽ കലാമിലെ 2002 ഗോദ്ര കലാപം, ഭയങ്കര ഗോദ്ര ഗുജറാത്ത് കലാപങ്ങൾ ലോകം മുഴുവൻ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ദൗർഭാഗ്യവശാൽ കാര്യങ്ങൾ സംഭവിച്ചു അവിടെ. അതിന് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്തു?
അബ്ദുൽ കലാം അതൊരു പ്രധാന റീസൺസിൽ ഒന്നായിരുന്നു. അതായത് ഇന്ത്യക്ക് മുസ്ലിങ്ങളോട് വിവേചനമില്ല, നമ്മളെല്ലാവരോടും ഒരുമിച്ചാണ്. അങ്ങനെയാണല്ലോ പ്രമോദ് മൊഹാജൻജിയാണ് അതിനുവേണ്ടി ചരടുകൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതൊക്കെ. മഹാ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു, എതിരാളികൾക്ക് പോലും ആദരവുന്ന വ്യക്തിയാണ്. അടൽ ബിഹാരി വാജ്പേയി അടക്കം സംഘത്തിൻ്റെ അടക്കം കൺസെൻറ്റോട് കൂടിയാണ് അത് ചെയ്തത്. ഈ ബാലൻസ് നമുക്ക് വിട്ടുപോയാൽ ഈ രാജ്യം നിലനിൽക്കില്ല. ഈ ബാലൻസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹിന്ദുക്കൾക്കാണ്. എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷം നമ്മളാണ്. ഈ ഉത്തരവാദിത്തം നമുക്ക് കാര്യമായി വേണം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്? അവർ പലപ്പോഴും മുഖ്യധാരയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ഈ അകന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ പല പ്രൊവിഷൻസും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിലെ ഏക പ്രശ്നം, നമ്മൾ പ്രോ ഹിന്ദു ആകണം പക്ഷേ ആൻറ്റി മുസ്ലിം ആകണം, അല്ലെങ്കിൽ പ്രോ ഹിന്ദു ആകണം ആൻറ്റി ക്രിസ്ത്യൻ ആകരുത്. ഇപ്പോൾ നേരത്തെ കൺവേർഷൻ്റെ കാര്യം പറഞ്ഞു. ചില നമ്മുടെ ബാക്ക്വേർഡ് ജില്ലകളിൽ അതൊരു പ്രശ്നമാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ആ പ്രശ്നത്തെ ഏറ്റവും നന്നായി അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ശ്രീ ജയശങ്കർജി അടക്കമുള്ള ആൾക്കാർ. അതായത് ഇവർക്ക് വിശന്നിട്ട് മതം മാറുകയാണെങ്കിൽ അവരോട് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ വിശപ്പിനുള്ള കാര്യങ്ങൾ, വികസനത്തിനുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യത്തിലുള്ള കാര്യങ്ങൾ. ഇനി വേറൊരു കാര്യം കൂടെ ആലോചിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്ത്യാനികളായി കൺവേർട്ടായി പോകുന്നവർ ഒരു ഭാഗം, അതിനെക്കുറിച്ച് നമുക്ക് തർക്കിക്കാം. ഇതിൻ്റെ അപ്പുറം വേറൊരാൾക്കുണ്ട്, നക്സൽസായി കൺവേർട്ടായി പോകുന്നവരുണ്ട്. അവർ ആയുധമെടുക്കുകയും ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ പോരാടുകയും ചെയ്യുകയാണ്. ആ ദാരിദ്ര്യം അവിടെ നിന്ന് കഴിയുന്നത്ര മാറ്റുകയും നക്സൽസിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഇത് രാഹുൽ ഈശ്വറിൻ്റെ ഐഡിയ അല്ല, ഇതാണ് അമിത്ഷാജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അമിത്ഷാജി ഏറ്റവും ചെയ്തത് എന്താ? നക്സൽസിനെ കഴിഞ്ഞടക്കം നമ്മുടെ ബസ്തർ അടക്കമുള്ള നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലെ നക്സൽസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കി. ആയുധങ്ങൾ നിങ്ങൾ കീഴടങ്ങുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വികസനവും വേറെ എന്താ വഴി? അവിടെയാണ് നമ്മളൊരു തർക്കം പോലെയോ TV ചാനൽ ചർച്ചയിലെ വിജയം പോലെയോ അല്ല സ്റ്റേറ്റ് ക്രാഫ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. റീച്ച് ഔട്ട് ചെയ്യണം, ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അത്യാവശ്യം നന്നായി മോദിജി ചെയ്യുന്നുണ്ട്. പക്ഷേ താഴെ തട്ടിലേക്ക് ട്രിക്കിൾ ഡൗൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ഒരു നിലപാട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.